പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29 യേശു ചോദിക്കുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാലല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങൾ എന്താണെന്നും അത് എന്തിനു വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണെന്നും നാം അറിഞ്ഞിരിക്കണം. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ ശാസനത്തിനും പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും ഉപകരിക്കുന്നു. മനുഷ്യൻ തൻ്റെ തെറ്റുകൾ തിരുത്തി യേശുവിൻ്റെ വഴിയിലൂടെ നീതിയിലൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. വചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 നാം അതാണ് കാണുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് തെറ്റുകൾ പറ്റുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ എന്തിനു വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണെന്നും അതെന്തിനാണ് നമ്മെ മുന്നോട്ട് ഏത് രൂപത്തിലാണ് നയിക്കുന്നതെന്നും നാം അറിഞ്ഞിരിക്കണം. പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാതെ നിലനിൽക്കുകയാണ്. എന്നാൽ എല്ലാത്തിനുമുള്ള പരിഹാരം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ നാം വായിക്കുമ്പോൾ, അവ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ നമ്മിൽ പലർക്കും ദൈവത്തിലും ദൈവവചനത്തിലും ആഴത്തിലുള്ള വിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് വചനം നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കാത്തത്. നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ തക്ക സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചു തരും. അങ്ങനെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള വലിയ ശക്തി നമുക്ക് ലഭിക്കും. സാത്താൻ പലപ്പോഴും നമ്മെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വചനം നാം സൂക്ഷിക്കാം എന്ന് കരുതുമ്പോൾ പലപ്പോഴും സാത്താൻ വന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്ത് കളയുകയും നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും ചെയ്യും. അതുവഴി നാം കൂടുതൽ നിരാശരും അതുപോലെ നമ്മുടെ ജീവിതം ദുരിതപൂർണമാകുകയും ചെയ്യും. നമ്മെ വേദനിപ്പിച്ച സംഭവങ്ങളും മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളും അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ വചനത്തിന് അവിടെ സ്ഥാനം ലഭിക്കുന്നില്ല. ഇതെല്ലാം കുത്തിവെച്ച് തരുന്നത് വാശി, വൈരാഗ്യം, വിദ്വേഷം എല്ലാം കുത്തിവെച്ച് തരുന്നത് സാത്താനാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിലും ദൈവവചനത്തിലും ആഴപ്പെട്ടുകൊണ്ട് നാം ഹൃദയത്തിൽ വചനം സൂക്ഷിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രയത്നങ്ങൾ അറിയുന്ന കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ ശക്തിപ്പെടുത്തും. തക്ക സമയത്ത് വചനം നമ്മുടെ ഹൃദയത്തിൽ വചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരും. അതനുസരിച്ച് പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഒരു വലിയ ശക്തി നമുക്ക് ലഭിക്കുകയും ചെയ്യും. സാത്താന് നാം അവസരം കൊടുക്കരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ താങ്ങി നിർത്തും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.